രാഹുൽ ഗാന്ധി അടിക്കടി വിയറ്റ്നാമിൽ പോകുന്നത് എന്തിന്? ചോദ്യവുമായി ബി.ജെ.പി. ഉത്തരം നൽകി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വെളിപ്പെടുത്താതെ ഇടയ്ക്കിടെ യാത്ര ചെയ്യുകയാണെന്ന ആരോപണവുമായി ബി.ജെ.പി. രംഗത്ത്. വെളിപ്പെടുത്താത്ത ഇത്തരം യാത്രകൾ പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ലെന്നും ദേശീയ സുരക്ഷയ്ക്ക് ആശങ്കയാണെന്നും ബി.ജെ.പി. നേതാവ് രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. വിയറ്റ്നാമിൽ പുതുവത്സരം, വിയറ്റ്നാമിൽ ഹോളി. അദ്ദേഹം വിയറ്റ്നാമിൽ 22 ദിവസം സമയം നൽകിയതായി വിവരം ലഭിച്ചു. സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ പോലും അദ്ദേഹം ഇത്രയും സമയം ചെലവഴിച്ചിട്ടില്ലെന്നും ബി.ജെ.പി. നേതാവ് കുറ്റപ്പെടുത്തി. വിയറ്റ്നാമിനോട് രാഹുൽ ഗാന്ധിക്ക് ഇത്രയും സ്നേഹം എന്തുകൊണ്ടെന്നറിയാൻ കടുത്ത ആകാംക്ഷയുണ്ടെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞിരുന്നു. അതേസമയം രാഹുലിന്റെ വിയറ്റ്നാം സന്ദർശനം ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നാണ് അമിത് മാളവിയ വിമർശിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥിരമായ വിദേശയാത്രകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലും മൻമോഹൻ സിംഗിന്റെ 7 ദിവസത്തെ ദുഃഖാചരണ വേളയിലും രാഹുൽ വിദേശത്തായിരുന്നുവെന്നും ബി.ജെ.പി. ആരോപിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണം രാഹുൽ തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും രാജ്യം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖിക്കുമ്പോൾ പുതുവത്സരം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നുയർന്നുവെന്നും ബി.ജെ.പി. ആരോപിച്ചിരുന്നു. ഇത് വീണ്ടും ഉന്നയിക്കുകയാണ് ബി.ജെ.പി. ഇപ്പോൾ. അതേസമയം രാഹുലിന്റെ വിയറ്റ്നാം സന്ദർശനത്തെ കോൺഗ്രസ് ന്യായീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനം അവിടുത്തെ സാമ്പത്തിക മാതൃക പഠിക്കാനാണെന്നാണ് കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്ത് വിശദീകരിച്ചത്.